ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ ഒരു 6-6:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റൊന്ന് ഫ്രഷായി നേരെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് വന്നിരുന്ന് എഴുതാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയും രാവിലെയും ഞാനിങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്നൊരു ശീലമുണ്ട്. അഫർമേഷൻസ് ആണിത്. ചിലർക്കെങ്കിലും അറിയായിരിക്കും, മാനിഫെസ്റ്റേഷനും അഫർമേഷനൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ലൈഫിൽ ഞാനൊരു 2 വർഷമായിട്ട് തുടരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഗുണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ട് നമുക്കൊരു ഹീലിംഗ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടർന്ന് പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. എന്തായാലും എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്. എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും പറയണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പറയാം. അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടെന്നൊന്നും വിചാരിക്കരുത്, പക്ഷേ ഞാൻ 2 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിൽ പല പ്രതിസന്ധികളിലും നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻറ്റ്, അതാണ് മെയിനായിട്ട്. ആ കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ അല്ലാതെ ഇത് ആരെങ്കിലും കൊണ്ടുതരും, ഇങ്ങനെ ചെയ്താൽ ആരെങ്കിലും കൊണ്ടുതരും എന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത്. പക്ഷെ നമുക്കത് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ അത് നടന്ന് കിട്ടും. കാരണം ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് ലൈഫിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒക്കെ അങ്ങ് സ്മൂത്തായിട്ട് പൊക്കോളും. അതിപ്പോൾ നമുക്ക് വരാനുള്ളത് നമ്മൾ കുറേ കരഞ്ഞാലും വരും, സന്തോഷമായിട്ടിരുന്നാലും വരും, എങ്ങനെയാണെങ്കിലും വരാനുള്ളതൊക്കെ വരും. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റായിട്ട് റെഡിയായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല, സാവധാനം മതി എന്നുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി തീർക്കാനുണ്ട്. പിന്നെ ഈ മാസത്തെ കുറച്ച് വരവും ചിലവും കണക്കുകളും ഒക്കെ കൂടിയാണ് ഇപ്രാവശ്യം ഇരുന്ന് എഴുതുന്നത്. എല്ലാം കുറച്ച് താളം തെറ്റി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡേറ്റും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് എഴുതി വയ്ക്കും കേട്ടോ. കാരണം ഈ മാസം ഉണ്ടായിരുന്ന ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എഴുതി വയ്ക്കും. കാരണം നമുക്ക് ഈ ഷൂട്ടിൻ്റെ പേയ്മെൻറ്റൊന്നും അപ്പോൾ കിട്ടുന്ന കാര്യങ്ങളല്ല, നെക്സ്റ്റ് ഷെഡ്യൂളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഡേറ്റ്സ് ആയിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് അവർ വിളിച്ച് ചോദിക്കും. അവരുടെ കയ്യിൽ പെട്ടെന്ന് കണക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളും കിടന്ന് തപ്പാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വയലറ്റ് ബുക്കിനകത്ത് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കായിരുന്നു. പിന്നെ നമുക്ക് ഈ TDS വരുന്ന സമയത്തും നമുക്ക് ഈ ഏകദേശം ഒരു കണക്ക് കിട്ടും. TDS പിടിക്കും നമുക്ക് എന്തായാലും. പേയ്മെൻറ്റിൽ നിന്ന് 1 ഡേ പേയ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇത്ര അതിൻ്റെ 10% നമുക്ക് TDS പിടിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് ഏകദേശം എത്ര രൂപ എന്നുള്ളൊരു കണക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഫുള്ളൊരു കാൽക്കുലേഷനിലാണ് ലൈഫ് പോകുന്നത്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു, അത് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ചിലവാക്കിയതിൻ്റെ അതിൻ്റെ ഓരോ രൂപയും നമ്മളിങ്ങനെ എഴുതി വെക്കുന്നതും അതൊരു പ്രത്യേക ത്രില്ല് തന്നെയാണ് സത്യമായിട്ടും. അത് അറിയുന്നവർക്കറിയാം. അങ്ങനെ ഇന്ന് രാവിലെ ഇതേ പുട്ടും പപ്പടവും പിന്നെ ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. രാത്രി നമ്മളിങ്ങനെ കറി ഉണ്ടാക്കി വെക്കുമ്പോൾ രാവിലെ കുറച്ച് ജോലി ഭാരം കുറവായിരിക്കുമല്ലോ, അത് കണക്കാക്കിയിട്ടാട്ടോ ഞാൻ എന്നും അങ്ങനെ തന്നെയാണ് ചെയ്ത് വെക്കാറ്. അപ്പോൾ ഇതേ പുട്ടും പപ്പടമൊക്കെ റെഡിയായി. ആ സമയത്ത് തന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള ചോറിനുള്ളതും അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇനി റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും അത് സെറ്റ്. അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ അതൊക്കെ തന്നെ ആയിരിക്കും കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതെടുക്കാൻ മെനക്കെട്ടില്ല. പിന്നെ നേരെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്കും കൂടെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇന്നപ്പോൾ ഉച്ചയ്ക്ക് ഒരു സിമ്പിളായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, എളുപ്പം നമ്മുടെ പണി കഴിയുകയും ചെയ്യും. 1 കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി,
ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും പച്ചമുളകും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ശരിക്കും 3 കപ്പ് വെള്ളം വേണം, എന്നാലാണ് ആ കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. പക്ഷെ നമ്മൾ ഈ കുക്കറിൽ ഇപ്പോൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് 2 കപ്പ് വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഒന്നാകെ തിളച്ച് പുറത്തേക്ക് വരും. അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഈ എവിടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടക്കണം. ഫൈക്കവിടെ ഫെന്നവിടെ പാട്ട് പാടിത്തരാം. ഇനി നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം ഇത്തിരി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പൊരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ അടിച്ച് പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ പരിപ്പിന് 3 കപ്പ് പിന്നെ വെള്ളം വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇനി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കടുക് വറുക്കണം. കടുക് വറുക്കണമെങ്കിൽ മെയിനായിട്ട് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കേണ്ടത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരണം കേട്ടോ കടുക് വറുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ വറുക്കാനുള്ള ഒരു പാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ട് അതിൽ തന്നെയാണ് കടുക് വറുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി, രണ്ടും കൂടെ എളുപ്പപ്പണിയാവും. അല്ലെങ്കിൽ പിന്നെ 2 പാത്രമൊക്കെ എടുക്കണ്ടേ, മെനക്കെടാണ് അതൊക്കെ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി മതി. വലിയ വെളുത്തുള്ളിയുടെ അല്ലി ആയിരുന്നുകൊണ്ട് 1 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത്, പിന്നെ ആദ്യം കടുക് പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇടുന്നു. അതിൻ്റെ കൂടെ ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിൻ്റെ ഇലയും. ഇത്രയും സാധനങ്ങളാട്ടോ. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കറക്റ്റ് ഒരു പ്ലേറ്റിനകത്ത്. പക്ഷേ അത് ഇതിനകത്ത് പെട്ടിട്ടില്ല, വീഡിയോയിൽ നോക്കുമ്പോൾ കാണുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ പലതും മിസ്സായി പോകുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഒക്കെ നമുക്ക് വഴിയെ ശരിയാക്കാം. അപ്പോൾ ഇനി ഫുള്ള് കടുവറ ഇതൊക്കെ കൂടി ഒന്ന് റെഡിയാക്കി നേരെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നേരെ നമ്മൾ ആ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പരിപ്പ് കറിയിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിക്കുമ്പോൾ നമ്മൾ ഇളക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് അത് അങ്ങനെ മൂടി വെച്ചിട്ട് വേണം പിന്നെ തുറന്നിട്ട് ഇളക്കണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോളാം പരിപ്പ് കറി വയ്ക്കുമ്പോൾ. വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ പരിപ്പ് കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയോ ഒരു ഫിഷ് ഫ്രൈയോ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ്. അതല്ലെങ്കിൽ ആ പരിപ്പ് കറിയും ചോറും മാത്രം കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കടുക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തവിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ കുക്കർ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരിപാടി തുടങ്ങാം. നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോറിന് കഴിക്കാനായതുകൊണ്ട് ഫുൾ എണ്ണയിൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കില്ല. കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ പോലെ തന്നെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നേരെ ചിക്കൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് നമ്മൾ അത് നന്നായിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അവിടെ കിടന്ന് വെന്തിട്ട്
പിന്നെ മറിച്ചിട്ട് കൊടുത്തു. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കോൺഫ്ലവറോ അരിപ്പൊടി അങ്ങനെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കില്ല. ഇത് ശരിക്കും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു മസാലയൊക്കെ കൂട്ടിയിട്ട് ചോറിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചോറിന് കഴിക്കാൻ ഏറ്റവും നല്ല ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്ത് നോക്കും. അപ്പോൾ ഇതേ ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിലേക്ക് ഇതൊഴിച്ച് കഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ അടിപൊളിയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മോൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് എന്തായാലും നോൺ വെജ് വേണം. അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചു. അപ്പോൾ ഇതേ ഞാൻ ചോറെടുത്തു പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് നല്ല അടിപൊളി പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും ചേർത്ത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ പോരെ, എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ വേണം. കാണിച്ച സാധനം എന്താണ്? ടിക്ടോക്ക്. വിച്ച് കളർ ഡു യു വാണ്ട്? യെല്ലോ. YELLOW. Which number do you want? 10. TEN. Which number do you want? 8. 8ഉം 10ഉം. ഫസ്റ്റ് ഏത് നമ്പർ ഓർക്കണ്ടേ? 10. ആംഗ്രി. ഭയങ്കര ആംഗ്രിയാ. സത്യം. പിന്നെ എൻജോയർ. അതും സത്യം. ഉടായിപ്പ് തട്ടിപ്പ് സാധനം ആരുണ്ടായി തന്നപ്പോ? അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ. ഏത് ചെക്കൻ? ഫ്രണ്ടാ. ഞങ്ങളിവിടെ താഴെ കളിക്കാൻ വരല്ലേ അവര്. ദേ ഒന്നുകൂടി. ഇനിയില്ല, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയേക്ക് എനിക്ക്. നിന്റെ ടാസ്ക്. വിച്ച് കളർ ഡു യു ടാസ്ക്? ഗ്രീൻ. GREEN. എന്ത് കളർ നമ്പർ? കണ്ണു വന്നില്ലല്ലോ. 11. ടിക്ടോക്ക്. വിച്ച് നമ്പർ ഡു യു വാണ്ട്? എന്ത് നമ്പർ? 3. 3ഉം 1ഉം. അത് 11. അത് ഏത് തുറക്കണം? 11 തുറക്കും. You are a donkey. 3. You are a flower. Oh. അത് അക്സെപ്റ്റഡ്. എന്താണ്? നമുക്ക് ടാസ്ക് ഒന്നും കിട്ടി. എനിക്ക് ടാസ്ക് കിട്ടി. ഇപ്പൊ ഞാൻ ഡാൻസ് കളിച്ചില്ലേ? ഡാൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മാം. അതാ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ ഫ്ലാറ്റിലെ കുട്ടികളും കൂടി ഒരുമിച്ച് കൂടും. അവരവരുടെ ബാല്യം എൻജോയ് ചെയ്യുന്നു. നമുക്കും നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒന്നാണ് നമ്മുടെ ബാല്യം. അത് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ കുട്ടികളെ കുട്ടികളായിട്ട് ഇരിക്കാൻ വിടുക. അവർ കളിക്കട്ടെ, അവരുടെ ബാല്യം എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഒരു ഷേക്ക് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പഴം കറുത്തു പോയതുകൊണ്ട് പിന്നെ കഴിക്കില്ല എന്നൊരു സംഭവമുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതുപോലെ കറുത്ത പഴം എടുത്തിട്ട് നേരെ ഷേക്കായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അത് കുടിച്ചോളും. ഫുഡ് എന്തിനാണ് വേസ്റ്റ് ചെയ്യണമല്ലേ? ഇത് അവരോട് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് പഴത്തിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇന്ന് നല്ലൊരു ഷേക്കും ഉണ്ടാക്കി. ഇന്നത്തെ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.